ഹലോ ഗൈസ്, KLF കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ രജിസ്ട്രേഷൻ ഓപ്പണായ വിവരങ്ങൾ അറിഞ്ഞ് കാണുമല്ലോ ഗൈസ്. ഞാൻ വരുമ്പോഴേ ഒരു ഒരു ബീഡിട്ട് ഗൈസ്, ഒരു പ്രാന്ത്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാനൊരു പോസ്റ്റ് കാണാനിടയായി. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാർ ആരൊക്കെയാണ്? അപ്പം ഞാൻ എൻ്റേതായ തക്കട് മുക്കട് ഒരു അഭിപ്രായം പറയാമെന്ന് വിചാരിച്ചു ഗൈസ്. ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ എല്ലാവരെയും കാണുമ്പോൾ സന്തോഷം ഉണ്ടായിരിക്കും, പക്ഷേ കുറച്ചും കൂടി സാഹിത്യത്തിൽ മുഖ്യധാരയിൽ നിന്ന് മാറി എന്നുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ സാഹിത്യത്തിൽ കൊണ്ടുവരുന്ന അങ്ങനെയുള്ള പേഴ്സ്പെക്റ്റീവ്സ് ഉള്ള ആളുകൾ, അങ്ങനെ പലതരത്തിലുള്ള പേഴ്സ്പെക്റ്റീവ്സ് ഉള്ള ആളുകളെ ഒരുമിച്ച് കാണാൻ പറ്റുന്നതിൻ്റെ ഒരു സന്തോഷം ആണ് എനിക്ക് ആദ്യം ഇതിൽ പങ്കുവെക്കാനുള്ളത്. പിന്നെ വേറൊരു പേഴ്സണലായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ ആർട്ടിലൊക്കെ പ്രാന്ത് കയറിയിട്ടേ, അതായത് കവിത, കഥ എഴുതുക, നോവൽ എഴുതണം, ആർട്ട് എന്തെങ്കിലും പണിയെടുക്കണം, സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാന്തം കയറിയിട്ട് ഞാൻ ഒരു കവിത എഴുതിയിട്ടാണ് ഞാൻ എൻ്റെ ജോലി മുമ്പ് റിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കവിത എഴുതി കൊടുത്തിട്ട് ഡെസിഗ്നേഷൻ ലെറ്ററിൻ്റെ കൂടെ. എന്നിട്ട് ഞാൻ നേരെ ജനുവിക്കാണ് പോയത്. അവിടെ നിന്നാണ് ലതീഷ് മോഹനെ കണ്ടത്. ലതീഷ് മോഹനെ കാണാൻ വേണ്ടി, അതുപോലെ കൃതിക ടണ്ടൻ, ഇവരുടെയൊക്കെ എഴുത്തുകൾ തന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു ആ സ്റ്റേജിൽ. അപ്പോൾ എനിക്ക് ഇവരെയൊക്കെ കാണുന്നത് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ. അവരൊക്കെ, അതാണ് എൻ്റെ വലിയൊരു ആഗ്രഹമാണത്. അപ്പോൾ അതേപോലെ തന്നെ ഇതിൽ കാര്യമായിട്ട് പണിയെടുക്കുന്ന കുറേ ആളുകളുണ്ട്. എല്ലാവരും പണിയെടുക്കുന്നവരാണ്. ഞാൻ പറഞ്ഞു വന്നത്, ശ്രദ്ധിക്കപ്പെടാത്ത എന്നതിൽ കാര്യമായി പണിയെടുക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചോളം എൻ്റെ എഴുത്തുകളും, ഞാനൊരു ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു വ്ളോഗിൻ്റെ ഭാഗമായിട്ടും എൻ്റെ പുസ്തകങ്ങൾ വിൽക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഗൈസ്. അതായത് എൻ്റെ ഏറ്റവും അവസാനം ഞാൻ എത്തിക്കുന്ന ഒരു സാധനം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഭാവുകത്വം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, എഴുത്തിൻ്റെ ഭാവുകത്വം, സാഹിത്യത്തിൻ്റെ ഭാവുകത്വം, കലയുടെ ഭാവുകത്വം, കവിതയുടെ ഭാവുകത്വം. അപ്പം അതിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ എഴുതാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകളും കുറച്ച് സാഹചര്യങ്ങളും സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാനൊരു വ്ളോഗ് ചെയ്തിട്ട് എൻ്റെ പുസ്തകങ്ങൾ വളരെ പേഴ്സണലായിട്ട് ആളുകൾക്ക് വിൽക്കുക എന്നൊരു സംഭവം കൂടി ഉണ്ട്. വേണ്ടവർ വാങ്ങിച്ചോട്ടെ, ഒരു സംഗതി ഉണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു എഴുത്തുകൾ, നമ്മുടെ കുഞ്ഞു കുഞ്ഞു കഴിവുകൾ നമുക്ക് ജീവിക്കാനുള്ള ഒരു പ്രചോദനം കൂടി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് അടിപൊളിയായിട്ട് മുന്നോട്ടുള്ള യാത്ര അടിപൊളിയാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനും, വ്ളോഗ് ചെയ്യുകയാണെങ്കിലും ശരി, ചിത്രം വരയ്ക്കുകയാണെങ്കിലും ശരി, എഴുതുകയാണെങ്കിലും ശരി, എന്തായാലും. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ എഴുത്തുകളൊക്കെ കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങളായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരിക്കും. അത് മുഖ്യധാരയിൽ നിന്ന് മാറിക്കണ രീതിയിലുള്ള ഒരു രീതിയിലോ ഒക്കെ ആയിരിക്കും പലതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അങ്ങനെയാണ് അതിന് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ തന്നെയുള്ളൂ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ എൻ്റെ ഏറ്റവും അവസാനം ഞാൻ എത്തിക്കുന്ന ഒരു സാധനം, ഞാനിപ്പോൾ ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് തക്കട് മുണിയും പറഞ്ഞിട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുന്നുണ്ട്. അതിലെ നാട്ടിലെ ഒടിയനും പൊട്ടറായി മറുതയും ഒക്കെ ചേർന്നുള്ള ഒരു സംഭവമാണത്. എൻ്റെ എഴുത്തുകൾ സ്വന്തം കൈപ്പടയിൽ എഴുതിയൊരു സാധനം സ്കാൻ ചെയ്ത് പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനം എൻ്റെ കയ്യിലുണ്ട്. അത് ആ സാധനമാണ് വളരെ ഡിഫറെൻ്റായിട്ട് ഉള്ള ഒരു സാധനമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിലെ കണ്ടൻറ്റും അതിൻ്റെ മൊത്തത്തിലൊരു ബുക്ക് എന്നുള്ള രീതിയിൽ അതിനെ ക്രാഫ്റ്റ് ചെയ്തുള്ള ഒരു രീതിയും ഒക്കെ സംഗതികൾ, അത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഭാവുകത്വം, വളരെ വ്യത്യസ്തമായ ഭാവുകത്വം എത്ര വട്ടം ഉപയോഗിക്കുന്നില്ലേ, വളരെ വ്യത്യസ്തമായ ഒരു വൈബ് അതിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പം ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പോലുള്ള സ്ഥലങ്ങളിൽ ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഞാനൊരു ഇൻട്രോവേർട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുന്നതിലൂടെ അവരെങ്ങനെ അതിനെ എടുക്കുന്നു എന്നൊക്കെ അറിയാനുള്ള ഒരു പരീക്ഷണമാണ് സാധനം. അപ്പോൾ അങ്ങനെ കൂടി വിചാരിക്കുന്നുണ്ട്. രതീഷ് മോഹനൊക്കെ അവിടെ കണ്ടാൽ കൊള്ളാമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. കൃതിക ടണ്ടൻ, അതുപോലെ അസൈനർക്ക, അതുപോലെ ഒരു താത്തണ്ടല്ലോ, ആ താത്താൻ്റെ പേര് ഞാൻ മറന്നു. അപ്പോൾ അവരൊക്കെ എന്നെ ഒരു സ്റ്റേജിൽ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു സ്റ്റേജിലൊക്കെ കണക്ഷൻ വിട്ടുപോയി മൊത്തത്തിൽ. അതായത് എഴുത്ത് നമ്മളെ വല്ലാണ്ട് ഒരു പ്രാന്തനാക്കുമെന്ന് തോന്നിയൊരു ടൈമുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ ഇത് മാറ്റിക്കളയും, അല്ലെങ്കിൽ നമ്മൾ കെട്ടിത്തൂങ്ങി ചത്ത് കളയും ഈ സാധനങ്ങൾ നമ്മുടെ മൈൻഡിൽ കയറിയിട്ട് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ക്ഷമയില്ലാട്ടുള്ള ഒരു സ്റ്റേജൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. അപ്പോൾ ആരെയൊക്കെ അവിടെ നിന്നൊക്കെ കാണാം, അത്രയേ ഉള്ളൂ ഗൈസ്. എൻ്റെ കയ്യിൽ എൻ്റെ എഴുത്തുകളുണ്ടായിരിക്കും. പിന്നെ ഞാൻ അധികം തേരാപ്പാര തണ്ടി തിരിഞ്ഞ് നടക്കണമൊക്കെ ഉണ്ടായിരിക്കും എന്നൊക്കെയാണ് വിചാരിക്കുന്നത്.